വളരെ വർഷക്കാലം ഇറാനിയൻ ഷിയ ക്ലർജീസ് അതെങ്ങോട്ട് 10-40 പേര് ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധമുള്ള ഇൻക്ലൂഡിങ് ജഡ്ജസും ഒക്കെ ഉണ്ട്. ഇവരും ഇസ്രായേലി ചാരന്മാരാണെന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞത്. നല്ല ഇൻ്റലിജൻസും ഗ്രൗണ്ട് ഇൻ്റലിജൻസും നല്ല ഓപ്പറേഷണൽ ടാക്ടിക്സും ഉണ്ടെങ്കിൽ മറ്റൊരു എനിമി രാജ്യത്തെ തകർക്കുവാൻ സാധിക്കും. ഈ മേളിയിടുന്ന ബോംബിന്റെ കറക്റ്റായിട്ട് ആക്യുറേറ്റ് പിക്ചറും നല്ല ഗ്യാതറിങ് ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയും. അതാണ് ഇസ്രായേൽ ഇറാനിൽ ചെയ്തത്. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം അതിന് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. IRGCക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ. അതിൻ്റെ ഏകദേശ കലാപരൂപത്തിലാണ് കാര്യങ്ങൾ. ഒരു പട്ടാളം പിടിച്ചു നിൽക്കുന്നത് വെപ്പൺസിനേക്കാൾ ഉപരി അവർക്കൊരു മൊറാലുണ്ട്. ബേസിക്കലി ഇപ്പോഴും ഒരു ഇൻ്റഗ്രിറ്റി ഉണ്ട്, മൊറാൽ. ഇത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൽ ഇല്ലാതായി. അല്ലെങ്കിൽ 8 വർഷം ഇറാഖുമായിട്ട് ഫൈറ്റ് ചെയ്തതാണ് ഇറാൻ എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ ആർക്ക് വിജയിച്ചു എന്നുള്ളതിനെ പറ്റി രണ്ടാമത് പറയാം. പക്ഷെ അത്രമാത്രം തകർന്ന് തരിപ്പണമായി പോയി ഇറാൻ്റെ സൈനികമായിട്ടുള്ള ഓരോന്നും. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, അവരുടെ വെപ്പൺ സിസ്റ്റം, അവരുടെ മിസൈൽ ഫാക്ടറി, അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചൈനയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കെമിക്കൽസൊക്കെ കൊണ്ടുവന്ന് ഇതുണ്ടാക്കുന്ന ഫാക്ടറികൾ മുഴുവനും തകർന്ന് അത് റീവർക്ക് ചെയ്യാനും പാടാണ്. കാരണം അവിടെ ചെയ്ത് കഴിയുമ്പം മറ്റുള്ള ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്നത് വീണ്ടും തീരുന്നു. മനസ്സിലാക്കി ഇറാനിൽ പല ഭാഗത്തും ഇപ്പോഴും ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. ഇതൊന്നും കൺട്രോൾ ചെയ്യാനും അവിടുത്തെ പോലീസിനും ഇൻ്റലിജൻസും പട്ടാള സംവിധാനത്തിന് കഴിയുന്നില്ല.